മൂന്നാറിലോ വാഗമണിലോ പോയി നമ്മൾ പൈസ കൊടുത്ത് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നതിന് പകരം നമുക്ക് സ്വന്തമായിട്ടൊരു വില്ല, അതും റിസോർട്ട് മോഡൽ വില്ല തന്നെ കിട്ടുമ്പം അത് നല്ലൊരു ബെസ്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ രാജാക്കന്മാർ ഇപ്പോൾ ഒരു വെക്കേഷന് വേണ്ടി വന്ന് താമസിച്ചിരുന്ന ഒരു കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ സമ്മർ വെക്കേഷൻ പോലെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം താമസിച്ച ഒരു കൊട്ടാരം ഇതിൻ്റെ തൊട്ട് ബൗണ്ടറിയോട് ചേർന്ന് തന്നെയാണുള്ളത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവിടുത്തെ ഒരു ആംബിയൻസ് എങ്ങനെയായിരിക്കുമെന്ന്. അവർ വർഷങ്ങളായിട്ട് അവരുടെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്തിരുന്നത് ആ ഒരു കൊട്ടാരത്തിലാണ്. അപ്പം അതിൻ്റെ കാര്യം തന്നെ അതിൻ്റെ നേച്ചർ ബ്യൂട്ടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സുകേഷ്. ഞാൻ ഇൻഫോസിസിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ്. ഞാൻ ശ്രീപ്രിയ. ഞാൻ HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ മോള് നിക്കിത. ഇവിടെ മാർത്തോമയിൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാനിപ്പം താമസിക്കുന്നത് ബിൽഡോണ്ട് തന്നെ കാക്കനാടുള്ള പ്രോപ്പർട്ടി അവാനിയിലാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം, പിന്നെ അവിടുത്തെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ അവിടെ രഞ്ജിത്തിൻ്റെ ഈ ബിൽഡോണിൻ്റെ ആർട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എനിക്ക് എന്നെ ഇമ്പ്രസ് ചെയ്തത് അവിടുത്തെ ആ നേച്ചറാണ്. അമേസിങ് ആംബിയൻസ് ആണ് അവിടെ ഓൾറെഡി ഉള്ളത്. കൂടാതെ ഇവർ ചെയ്യുന്നത് ഒരു റിസോർട്ട് ടൈപ്പ് വില്ലാസാണ്. അതിൻ്റെ 3Dയും ആർക്കിടെക്ചറും ഒക്കെ ഫസ്റ്റിൽ തന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇമ്പ്രസീവായി. പിന്നെ അവിടെ ഉള്ളൊരു വ്യൂ, പിന്നെ ഇനി വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സ്, മെയിനായിട്ടുള്ള നമ്മുടെ ഔട്ടർ റിംഗ് റോഡിൻ്റെ വിഴിഞ്ഞം കണക്ട് ചെയ്തിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ് ഇതിനോട് പാസ് ചെയ്താണ് പോകുന്നത്. സോ പ്രോപ്പർട്ടിക്ക് നല്ലൊരു വാല്യൂ ഉണ്ട്, ഇനി ഉണ്ടാവും. കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ആ ഒരു ഏരിയയിൽ തന്നെ ബേസ് ചെയ്ത് വരാനുണ്ട്. പിന്നെ എൻ്റെ ഓഫീസ് നിയർ ബൈ ആണ് ഇൻഫോസിസ്. മേ ബി ഔട്ടർ റിംഗ് റോഡ് വരുമ്പോൾ തന്നെ ഏകദേശം 10 മിനിറ്റ് ആവുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ്സിൽ എനിക്ക് ടെക്നോ പാർക്കും ഇൻഫോസിസിലേക്കും കണക്ടിവിറ്റി ഓൾറെഡി ഉണ്ട്. ഞാൻ ആ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തപ്പോഴൊക്കെ കണ്ടൊരു ആംബിയൻസ്, രാവിലെ ആണെങ്കിൽ നമുക്ക് ഓൾവേസ് കുറച്ചൊരു മഞ്ഞുണ്ടാവും, ഒരു 8 മണി വരെ ഒരു മഞ്ഞ്. പിന്നെ ഒരു ഈവനിങ് ഒരു 6 മണിയൊക്കെ ശേഷം പോയി കഴിഞ്ഞാൽ നല്ല അമേസിങ് വ്യൂ ആണ്. ആ മൗണ്ടൻസ് നമുക്ക് തൊട്ട് നല്ലപോലെ ഫീൽ ചെയ്യാം. 1 ഏക്കറോളം ഒരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വോക്കിങ്ങിനും ജോഗിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അറൗണ്ട് 30+ അമ്യൂണിറ്റീസ് ആണ് അവർ ആ ഒരു പ്രോപ്പർട്ടിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതും ഈ റിസോർട്ട് കൈൻഡ് ഓഫ് സ്ട്രക്ചറും കൂടെ ആകുമ്പം ഒരു നല്ലൊരു റിസോർട്ട് ലൈഫ് തന്നെ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. ഇതുവരെ എൻ്റെ ഉള്ള ഒരു ട്രസ്റ്റ് വെച്ചിട്ട്, ഞാൻ ഹൈലി ട്രസ്റ്റഡ് ആണ് ബിൽഡ് ഓൺ ഡെവലപ്പേഴ്സിൽ. സോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിൽ പ്രോപ്പർട്ടീസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം.